ഹരേ കൃഷ്ണ. ഇന്ന് ഗൗഡീയ വൈഷ്ണവ പരമ്പരയിലെ ഒരു പ്രധാനപ്പെട്ട ആചാര്യനായ ശ്രീ ലോചൻദാസ് ഠാക്കൂറിൻ്റെ ആവിർഭാവ ദിവസമാണ്. അദ്ദേഹം ശ്രീ നരഹരി സർക്കാരിൻ്റെ ശിഷ്യനായിരുന്നു. കട്വ ജില്ലയിലെ കോഗ്രാം എന്ന സ്ഥലത്തെ ഒരു വൈദ്യ കുടുംബത്തിലാണ് അദ്ദേഹം അവതരിച്ചത്. പിതാവ് ശ്രീ കമലാകാരനും മാതാവ് ശ്രീമതി സദാനന്ദയുമായിരുന്നു. അന്നത്തെ ആചാരപ്രകാരം മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ വിവാഹം കുട്ടിക്കാലത്ത് തന്നെ നടത്തി. ആചാരമനുസരിച്ച് പെൺകുട്ടി വിവാഹത്തിന് ശേഷവും മാതാപിതാക്കളോടൊപ്പം തന്നെ താമസിച്ചു. ചെറിയ പ്രായം മുതലേ തന്നെ അദ്ദേഹത്തിന് ഭഗവാൻ കൃഷ്ണനെക്കുറിച്ചും ചൈതന്യ മഹാപ്രഭുവിനെക്കുറിച്ചും നിത്യാനന്ദ പ്രഭുവിനെക്കുറിച്ചും കേൾക്കാൻ വളരെയധികം ഉത്സാഹമായിരുന്നു. ഭഗവാന്റെ ലീലകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭൗതിക കാര്യങ്ങളിൽ വിരക്തി വന്നു. ഭഗവാന്റെ സേവനം ചെയ്യാൻ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം. അങ്ങനെ അദ്ദേഹം തൻ്റെ ഗുരുവായ ശ്രീ നരഹരി സർക്കാരിൻ്റെ ആശ്രമം സ്ഥിതി ചെയ്യുന്ന ശ്രീകണ്ഠയിലേക്ക് എത്തി. അവിടെ അദ്ദേഹത്തിന് ഭക്തിയുടെ സേവനം ചെയ്യാനുള്ള പരിശീലനം ലഭിച്ചു. മാത്രമല്ല ഗുരുവിൻ്റെയും മറ്റു വൈഷ്ണവരുടെയും സേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ ഭഗവാനെക്കുറിച്ച് കേട്ടും നാമം ജപിച്ചും ഉയർന്ന ലക്ഷ്യത്തിൻ്റെ ആനന്ദം അനുഭവിച്ച് അവിടെ വസിച്ചു. വർഷങ്ങൾ കടന്നുപോയപ്പോൾ ശ്രീ ലോചൻദാസ് ഠാക്കൂറിൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾ അദ്ദേഹത്തെ അന്വേഷിച്ച് ശ്രീ നരഹരി സർക്കാരിൻ്റെ ആശ്രമത്തിലേക്ക് എത്തി. എന്നിട്ട് ലോചൻദാസ് ഠാക്കൂറിനെ അവർക്കൊപ്പം അയക്കാൻ അഭ്യർത്ഥിച്ചു. വീട്ടിലേക്ക് മടങ്ങി ഗൃഹസ്ഥ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായി ശ്രീ ലോചൻദാസ് ഠാക്കൂറിനോട് ശ്രീ നരഹരി സർക്കാർ നിർദ്ദേശിച്ചു. അങ്ങനെ അദ്ദേഹം ഭാര്യയുടെ നാട്ടിലേക്ക് പോയി. ഒരുപാട് വർഷങ്ങൾ കടന്നുപോയതിനാൽ അദ്ദേഹത്തിന് വഴി അറിയില്ലായിരുന്നു. വഴിയിലൂടെ നടന്നു പോകവേ അദ്ദേഹം കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. അന്യ സ്ത്രീയെ അമ്മയായിട്ടും അന്യരുടെ ധനത്തിനെ മണ്ണായിട്ടും കാണണം എന്ന ശാസ്ത്രത്തിൻ്റെ നിർദ്ദേശം അതേപടി ആചരിക്കുന്ന അദ്ദേഹം ആ പെൺകുട്ടിയെ അമ്മയെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഭാര്യാഗൃഹത്തിലേക്കുള്ള വഴി അന്വേഷിച്ചു. ആ പെൺകുട്ടി വഴി പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഭാര്യയുടെ വീട്ടിലേക്കെത്തി മാതാപിതാക്കളെ കണ്ട് സംസാരിച്ചു. അവർ വളരെയധികം സന്തോഷിച്ചു. പെൺകുട്ടി വീട്ടിലേക്ക് എത്തിയപ്പോൾ ലോചൻദാസ് ഠാക്കൂർ വഴിയരികിൽ കണ്ട് വഴി ചോദിച്ച അതേ പെൺകുട്ടി തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടുത്തെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ അമ്മയുടെ സ്ഥാനമാണ് നൽകിയത്. അതുകൊണ്ടിനി ഭാര്യയായി കാണാൻ എനിക്ക് സാധിക്കുകയില്ല. അങ്ങനെ അദ്ദേഹം വളരെ ബഹുമാനത്തോടെ അമ്മയെപ്പോലെ കണ്ടുകൊണ്ട് ആ സ്ത്രീയുടെ സേവനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആചരണം ആത്മാർത്ഥമായതിനാൽ അദ്ദേഹത്തിന് ഒരിക്കലും ആ പെൺകുട്ടിയെ ഭാര്യയായി കാണാൻ കഴിയുകയില്ലായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ അദ്ദേഹത്തോട് തിരിച്ച് ഗുരുവിൻ്റെ അടുത്തേക്ക് തന്നെ പോകാൻ നിർദ്ദേശിച്ചു. അദ്ദേഹം തിരിച്ച് ഗുരുവിൻ്റെ അടുത്തെത്തി. ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രിയപ്പെട്ട കീർത്തനീയരിൽ ഒരാളായ തൻ്റെ ഗുരു നരഹരി സർക്കാർ അദ്ദേഹത്തിന് സങ്കീർത്തനം, വേദശാസ്ത്രങ്ങൾ, കാവ്യങ്ങൾ തുടങ്ങിയവ പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും ഉയർന്ന അവബോധവും കണ്ടിട്ട് ഗുരു അദ്ദേഹത്തോട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവചരിത്രം രചിക്കാൻ നിർദ്ദേശിച്ചു. സാധാരണക്കാരിൽ സാധാരണക്കാരായ ഗ്രാമവാസികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ അവർക്കത് പാടി നടക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതാനായി നിർദ്ദേശിച്ചു. അതിലൂടെ അവർക്ക് ഭഗവാനെ സ്മരിക്കാനും ഒരിക്കലും ഭഗവാനെ മറക്കാതിരിക്കാനും സാധിക്കും. അങ്ങനെ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവിതചരിത്രം രചിച്ചു. അതാണ് ചൈതന്യ മംഗൾ. മംഗൾ എന്നാൽ വളരെ ശുഭകരമായത്. ഇതുകൂടാതെ നിതായ് ഗൗരമണി, പരമകരുണ പാഹുദുയ് ജന തുടങ്ങിയ പല ഭക്തിഗീതങ്ങളും അദ്ദേഹം രചിച്ചു. ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീ ലോചൻദാസ് ഠാക്കൂറിനോട് ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാനന്ദ പ്രഭുവിൻ്റെയും സേവനം ചെയ്യാനുള്ള അവസരം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.